ലഹരിക്കെതിരെ സടകുടഞ്ഞെണീറ്റ് കേരള പോലീസും എക്സൈസും കേരളത്തിലെ ജനങ്ങളും. ഡീപ് ഹണ്ട് എന്ന് പേരിട്ടുള്ള കേരള പോലീസിൻ്റെ തെരച്ചിൽ പ്രവർത്തനം ഊർജിതമാക്കി. ഇതേ തുടർന്ന് കേരളത്തിൽ മാത്രം ഇന്ന് 17ഓളം കുറ്റവാളികളെയാണ് പോലീസ് കയ്യാമം വെച്ചത്. അതിനിടയിൽ കോഴിക്കോട് താമരശ്ശേരിയിൽ വെച്ച് MDMA ഡീലറായ ഷാനിദ് പോലീസിനെ കണ്ട് മഫ്തിയിലുള്ള പോലീസിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ശരവേഗത്തിൽ ഓടിയിയാൾ. എന്നാൽ പോലീസും ഒപ്പത്തിനൊപ്പം ഉള്ളതുകൊണ്ട് ഇയാൾ കയ്യിലിരുന്ന MDMA പൊതി വിഴുങ്ങി. തുടർന്ന് പോലീസ് ഇയാളെ ഓടിച്ചിട്ട് പിടിച്ചു. ഇയാൾ പറഞ്ഞത് ഇയാളുടെ കൈവശമുള്ള കഞ്ചാവ് പൊതിയാണ് ഇയാൾ വിഴുങ്ങിയത് എന്നാണ് ഇയാൾ പറഞ്ഞത്. തുടർന്ന് പോലീസ് ജീപ്പിൽ ഇയാളെ താമരശ്ശേരി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടറോട് ഇയാൾ സത്യം പറഞ്ഞു, താൻ കഴിച്ചത് MDMA ആണെന്ന്. ഇയാൾ വളരെയധികം വിയർക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താമരശ്ശേരിയിലുള്ള ഡോക്ടർമാർ അറിയിച്ചു ഇദ്ദേഹത്തെ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കവെയാണ് കരൾ തകർന്ന് ഇയാൾ മരിച്ചത്. CT സ്കാൻ, എൻഡോസ്കോപ്പി പരിശോധനകളിലൂടെ ഷാനിദിൻ്റെ വയറിനുള്ളിൽ 2 ചെറിയ പ്ലാസ്റ്റിക് പൊതികൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഈ പൊതികളിൽ വെളുത്ത തരി പോലുള്ള വസ്തുവിൻ്റെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞിരുന്നു. ഇദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ MDMA അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഡോസ് അമിതമായാൽ മരണം സംഭവിക്കുമെന്നും ഇത് ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഉടനടി തന്നെ മരണം സംഭവിക്കുമെന്നും അറിയിച്ചു. എന്തായാലും വാളെടുത്തവൻ വാളാൽ തന്നെ മരിച്ചു എന്ന് പറഞ്ഞതുപോലെയായി ഷാനിദിൻ്റെ അവസ്ഥ. ഇദ്ദേഹത്തിൻ്റെ ഈ മരണം മയക്കുമരുന്നിന് മറ്റുള്ളവർക്കുന്ന ഒരു പാഠമാകട്ടെ. മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്. അപ്പോൾ അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ. ഒരു കേരളത്തിനായി, ലഹരി വിരുദ്ധ കേരളത്തിനായി, ഭാരതത്തിനായി നമുക്ക് കൈകോർക്കാം. നന്ദി, നമസ്കാരം, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഞങ്ങളുടെ തനിനാടൻ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നന്ദി, താങ്ക് യു, നമസ്കാരം.